ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമിഴിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അപ്പുറം നമുക്ക് ഇന്ന് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ട്. രാവിലെ തന്നെയാണ് ഓർഡറെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ഉണ്ണിയപ്പത്തിൻ്റെ സ്മെല്ലിങ്ങനെ വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ലോകൂട്ട എന്താ ഇന്ന് പരീക്ഷയാണല്ലോ ലോകു. നല്ല തണുപ്പുണ്ട്. താങ്ക് യു പൊന്നുമോനെ. അപ്പോൾ സർപ്രൈസ് പൊളിച്ച് ലോകൂട്ടൻ എന്തായിട്ട് നിങ്ങൾ തമിഴിൽ കാണുമ്പോൾ അറിയാം. പക്ഷേ അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടാകുമ്പോൾ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിന്. ലോകൂട്ട അങ്ങനെ അമ്മക്ക് 1 വയസ്സ് കൂടി പുത്തേ 35 വയസ്സ് പൂർത്തിയായി കേട്ടോ. ഡിസംബർ 19 ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് ലേഗൂസിനൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ വീട്ടിലാണെന്നോന്ന് കമൻസിൽ കാണലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. തൊട്ട് ബാക്കിൽ കാണുന്ന ഇതാണ് കേട്ടോ അമ്മ നിൽക്കുന്ന വീട്. അപ്പോൾ നമുക്ക് വേഗം പോവാം. അമ്മക്കിന്ന് പണിയുണ്ട്, അതുകൊണ്ട് അങ്ങനെ വലിയ സെലിബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മക്കളെ പിറന്നാൾ തന്നെ നമ്മൾ അങ്ങനെ അത് വലിയ സെലിബ്രേഷനൊന്നും ആക്കയില്ല. ഇപ്രാവശ്യം കേക്ക് മുറിച്ചിനല്ലേ ലോകു നിങ്ങളെ രണ്ടാളെ പിറന്നാളിനും, അല്ലെങ്കിൽ സാധാരണ പോലെ അങ്ങനെ ഉണ്ടാവില്ല. സർപ്രൈസ് ആക്കി കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സെല്ലാം വന്ന് കേക്കെല്ലാം മേടിച്ച് എൻ്റെ അശ്വതി എന്ന് ഞാൻ ഇങ്ങനെ സ്നേഹം കൂടുമ്പം വിളിക്കുന്നതാണ്. എന്നെക്കാളും കുറച്ച് മൂപ്പാന്ന് കേട്ടാ. എനിക്ക് ചീത്താറിയും എന്താണ് നീ എന്നെ അശ്വതി വിളിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ചീത്താറിയും. ഞാൻ വീഡിയോയിൽ അങ്ങനെ പറയുന്നുണ്ട്. അശ്വതി എന്നെല്ലാം പറയുമ്പോൾ സ്നേഹം കൂടുമ്പം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ വിളിച്ചിട്ട് ആൾ വിഷ് ചെയ്തു. അപ്പോൾ ലേഗൂസിൻ്റെ അടുത്തേക്ക് നമുക്ക് വേഗം പോയിട്ട് വരാം. അമ്മേ ലേഗു ചുട്ട് കഴിഞ്ഞോ? നല്ല മഴെല്ലാം വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പെല്ലാം ചുട്ട് റെഡിയായി എല്ലാം പാക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവർ എടുക്കാനിപ്പോൾ വരും. അപ്പോൾ നമ്മളെ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ നാളെ കല്യാണമുണ്ട്. അപ്പോൾ അടുത്തേക്കാണ് കേട്ടോ ഇന്ന് ഉണ്ണിയപ്പം ചുട്ടുകൊണ്ട് ഇത് അവർ കുറച്ച് കഴിയുമ്പോൾ എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കിന്ന് പണിയുണ്ട്, ആരും ഇല്ലായിരുന്നു വീട്ടിൽ. പിള്ളേർക്കും സ്കൂളുണ്ട്, അതിക്കുന്ന വൈകുന്നേരം വരെ പരീക്ഷയുണ്ട്. അനിയേട്ടനും പോകാൻ വേണ്ടി റെഡിയാവുന്നുണ്ട്. അമ്മ ഉണ്ണിയപ്പവും ചായയും കുടിക്കണം. പിന്നെ അമ്മ ഇന്നാണ് അമ്മ ആദ്യമായിട്ട് അമ്മയായ ദിവസം. അമ്മേ ആരെ വിളിച്ച സിദ്ധാർത്ഥ ഞാൻ നമ്മളെ ബർത്ത്ഡേ ഇല്ല ദിവസം തന്നെ അത് അമ്മേൻ്റെ അമ്മ ആദ്യമായിട്ട് അമ്മയായ ദിവസം കൂടി ആയിരിക്കും അല്ലേ. ആരും ഇല്ലല്ലോ, എല്ലാരും പോയില്ലേ. കേക്ക് ആരെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ മുറിക്കാം സർപ്രൈസ് ആയിട്ട്. ഇല്ലപ്പ കേക്കൊന്നും മുറിക്കൊന്നുമില്ല. ഇങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ട് അമ്മക്കും രാവിലെ പണിക്കൊണ്ട് തിരക്കായോണ്ട് ഒന്നും കാര്യമായിട്ട് പറയാനൊന്നുമില്ല. പോവാൻ സമയമായി. നേരം വെളുക്കുമ്പോഴേക്ക് ഇത് ചൂടേണ്ട സമയം, പിന്നെ പാത്രം കഴുകാൻ വല്ലതും ആകുമ്പോ തന്നെ സമയമായി. നേരം വെളുത്ത സമയമില്ല. അത് സമയമുണ്ടാവും, കുറവല്ലേ ഇപ്പൊ, പകല് കുറവല്ലേ. പിന്നെ രാവിലെ എനിക്ക് പിള്ളേരും അനിയണ്ണെല്ലാം പോകുന്ന തിരക്കെല്ലാം ആകുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഞാനിപ്പം എന്നെ പിട്ട് ഒരു കുറ്റി അടുപ്പത്ത് വെച്ചിട്ടൊന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കാര്യമായിട്ട് അപ്പോൾ ആഘോഷിക്കണമെന്നില്ല. ചെറുതുണ്ടാകുമ്പോൾ അമ്മ എപ്പം അമ്പലത്തിൽ കഴിപ്പിക്കാൻ പറയും. അപ്പം ഞാൻ അനിയത്തിനും കൂട്ടിയിട്ട് പോയിട്ട് അമ്പലത്തിലെല്ലാം പോയി തലേന്ന് കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ രാവിലെ കല്യാണം കഴിയുന്നവർക്കും പിന്നെ അമ്പലത്തിൽ കൊടുക്കലും അങ്ങനെല്ലാം ഉണ്ട്. പിന്നെ മുട്ടായി അതും വാങ്ങലുണ്ട് സ്കൂളിൽ പിള്ളേർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം വെച്ചാല് എപ്പെങ്കിലും കൊല്ലത്തിൽ എപ്പെങ്കിലും ആഘോഷിക്കും, അത്രയേ ഉള്ളൂ. ആദ്യത്തെ പിറന്നാളിനായിട്ട് അമ്മയച്ഛനും വന്നിട്ടുണ്ടായിന്. പിന്നെ ഞാനും അടുത്തമ്മയും അമ്പലത്തിൽ പോകും. അന്നേരം അടുത്തമ്മയും ഞാനും വന്നിട്ടുണ്ടായിന് ഏട്ടാട്ട് വീട്ടില്. അമ്പലത്തിൽ പോകും, അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിട്ട. അപ്പൊ അമ്പലത്തിൽ പോവും. അത് പിന്നെ ഇപ്പൊ അതും ഇല്ല. വൈകുന്നേരമായിട്ട് ചിലപ്പോൾ പറ്റിയെങ്കിൽ പോവാം. ഇന്ന് വാൻസലൊന്നും പോകണ്ടല്ല, വെള്ളിയാഴ്ച ലീവാണ്. അപ്പോൾ നോക്കട്ടെ, ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ പോവാം.
രാവിലെ പിന്നെ ഇവര് പോകുന്ന തിരക്കും അതെല്ലാം ആകുമ്പോൾ അമ്പലത്തിലും കൂടി പോകാൻ നിന്നാൽ പിന്നെ രാവിലെ ഒന്നും നടക്കലുണ്ടാവില്ല. പരീക്ഷയല്ലേ. ഞാനിയാട്ടിന് രാവിലെ 8 മണിക്ക് മുന്നേ പോകും വേണ്ടേ. അപ്പോൾ അമ്മ വസന്തമ്മ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിനി, ഒന്നും പറഞ്ഞിട്ട. ആടെയും പിള്ളേർ പറഞ്ഞൊരു വെക്കേഷന് നമ്മ വരുമ്പോൾ അമ്മമ്മേടി ഉണ്ടാവണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കെല്ലാം പോകാനുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. ഇന്നലെ വിളിച്ചാലോ പനി ഉണ്ടായിന്, ഒരു ഒച്ചയിലെന്തോ പോലെ ഉണ്ടായിന്. തണുപ്പായിട്ട് അവിടെ കണ്ടത്തിന്റെ സൈഡാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അങ്ങനെ 35 വയസ്സായി. അത്രയും കൊല്ലം പോകുന്നല്ലേ. പനിയേട്ടൻ പോകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കലായി കേട്ടാ. പുട്ടും ഇന്നലത്തെ മീൻകറിയാണ് ചായക്ക്. അനിയേട്ടാ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നില്ലേ? ഓ മുമ്പെല്ലാം ഗൾഫിലുണ്ടാകുമ്പോൾ 12 മണിയാകുമ്പോൾ കൃത്യം വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ, പിന്നെ ഗ്രീറ്റിംഗ് കാർഡ്, ബർത്ത്ഡേ കാർഡെല്ലാം അയക്കുന്ന ആളാണ്. ഇപ്പോൾ ഒന്നുമില്ല, അങ്ങോട്ട് പറയണം ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയണ്ടാ. ഇന്നലെ രാത്രിക്ക് നല്ല അയിലക്കറി ആക്കി വെച്ചിട്ടുണ്ടായിനി കേട്ടാ. അതുകൊണ്ട് വേഗം എളുപ്പപ്പണിയായി പെട്ടു. അനിയേട്ടന് പോവാൻ ലേറ്റായിട്ട് ഇങ്ങനെ തിരക്കിലാണ്. എവിടെ പണി കഴിഞ്ഞേട്ടാ? വെള്ളം പറയാ. മീൻകറി ഉണ്ട്, എന്നാലും ഒരാൾക്ക് പഞ്ചസാരയും ചായയും മാത്രമേ വേണ്ടൂ കേട്ടോ. മീൻകറി കൊടുത്തത് നല്ല ടേസ്റ്റ് അല്ലേ പുട്ട്? അതും കട്ടൻ ചായ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ചെറുതുണ്ടാകുമ്പോൾ അമ്മ ഇങ്ങനെ ഉണ്ടായിന് ലോകു. എന്നാൽ പിന്നെ കറി ആക്കിയിട്ടുണ്ടാവില്ല. അമ്മമ്മക്ക് രാവിലെ പണിക്കെല്ലാം പോണ്ടേ, അന്നേരം ചിലപ്പോൾ ആക്കാൻ സമയം ഉണ്ടാവില്ല. അന്നേരം പുട്ടും കട്ടൻ ചായയും പഞ്ചസാരയും, ചിലപ്പോൾ പാൽ ചായ ഉണ്ടാവും. എല്ലാം കൂടി കുഴച്ചിട്ട് തിന്നണം അല്ലേ. പഴമുണ്ട് അപ്പുറം, കുഞ്ഞിപ്പഴം പഴുത്തിട്ടുണ്ട്. വേണ്ടേ? ഇവന് പഴവും വേണ്ട. ഈടെന്നെ പഴുത്തിയാന്നല്ല പൂവാൻ പഴം കണ്ടിട്ടേ പുറത്ത്. ഇന്ന് പരീക്ഷ, ഇന്ന് സയൻസ് അല്ലേ, നല്ല വൃത്തിയായിട്ടാണേ. മീൻകറി കേട്ടാ. അതിക്കൂട്ടം അങ്ങനെ മീൻകറിൻ്റെ ആളാണ് കേട്ടോ. അമ്മേനെ പോലെ തന്നെ ലോകോനും മീൻകറി ഇഷ്ടമാണ്, പക്ഷെ രാവിലെ തന്നെ കിട്ടൂല. കഷ്ണം നോക്കട്ടെ, ബാലകഷ്ണം ഉണ്ടാവില്ല. കഷ്ണം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇന്നലെ 2 അയില ഏറി വെച്ച്. അതിക്കുട്ടൻ ഇന്ന് വൈകുന്നേരം വരെ പരീക്ഷ ഉണ്ടല്ലേ. എന്തെല്ലാം വരുന്നത്? ഫിസിക്സും കെമിസ്ട്രിയും. അല്ല രാവിലെ കെമിസ്ട്രി, ഉച്ചക്ക് ഫിസിക്സാ. വണ്ടി വരാനായി. ലോകൂട്ടന് ടാഗല്ലേ. ചിലപ്പോൾ ലോകിൻ്റെ സ്കൂളിലേക്ക് അമ്മ വരാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ന് സ്കൂളിൽ എന്തോ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഉറപ്പില്ല. അശ്വതി വരുന്നുണ്ടെങ്കിൽ അമ്മയും വരും. അപ്പം അമ്മ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അച്ഛൻ എവിടെയോ പോയിട്ടായില്ല, അതുകൊണ്ട് ഞാൻ വേഗം കൊണ്ടാക്കിയിട്ട് വരാം കേട്ടാ. പോളയാ ഞാനും പോലെ ഞാൻ ബസ്സിലാണ് നിൽക്കുക. ഇപ്പം അമ്മ വരാണ്. അമ്മറിലെ ശരി, അമ്മമ്മേടത്തൊന്ന് കയറിയിട്ട് പോവാം. ഹായ്, എന്ന് പണി? ഞാനാ വന്നിന് അമ്മേനെ കൊണ്ടാക്കാൻ. തണുപ്പുണ്ടാ? ചായ കുടിച്ചോ? ഞാൻ ഇപ്പൊ വേണ്ടാവുമ്മ, ഞാൻ പോയിട്ട് കുടിക്ക. വരുന്ന ഇന്ന്? നാളെ ഇരുന്ന് അപ്പൊ നാളെ നമുക്ക് ഓർഡർ ഉണ്ട്. ഇന്ന് ചുട്ടിനി തിരക്കിന് കൂടി വരുമ്പോ നമുക്ക് എടുക്കാൻ മറന്നിട്ടാ. അതിനാ പറയുന്നത് അമ്മ ബസ് കയറിലായി ലിച്ചേ വിളിക്കും. ഞാൻ പിള്ളേർ പറഞ്ഞേക്കേണ്ട തിരക്കുമല്ലേ.
അപ്പോൾ ഇതാക്കുമ്പോഴത്തേനും അമ്മമ്മക്ക് എടുക്കാൻ മറന്നു. നാളെ എടുക്കാൻ എനിക്ക് വേണ്ട, ഞാൻ പുട്ടെല്ലാക്കി വെച്ചിട്ടുണ്ട്. താളിൻ്റെ അമ്മമ്മേൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കിഴങ്ങ്. അത് എനിക്ക് ഇഷ്ടമില്ല. പറങ്കിക്കിഴങ്ങ്, കപ്പ, താളം കിഴങ്ങ് എന്ന് കെട്ടി തൂക്കീന അമ്മമ്മ. പറങ്കി അത് കുടിക്കാനെടുക്കണം. മറ്റേന്ന് ഉണക്കാ അത് മുള്ള ഇന്നലെ വാങ്ങിച്ചു. മുള്ളനുണക്ക് വേണ്ട അമ്മമ്മ, എനിക്ക് ഒറ്റൊരു പീസ് മതി. ഒരു പീസ് മതി. ചായ ഒന്നും വേണ്ട, എനിക്ക് ആ കിഴങ്ങ് ഒരു പീസ് മതി. ചായ നിങ്ങൾ കുടിച്ചോ? ഞാൻ കുടിച്ചു. എന്തിനു ഇത്രയും ചായ ഒക്കെ വെച്ചിന്? പാരസേ എന്നെ പിറന്നാളാന്ന് വരണ്ടേ? അതാ ഞാൻ ചേച്ചിന് വരുന്നില്ലേന്ന്. വൈകുന്നേരം കൂട്ടാൻ വന്നത് നാളെയാ? കാര്യമായിട്ടൊന്നും ആക്കുന്നൊന്നുമില്ല. ബിരിയാണി ആക്കുന്നില്ലേ? ഇത് നമുക്ക് റിസപ്ഷനോ അട വീടിൻ്റെ അടുത്ത് തന്നെ. അല്ലായിരിക്കും. നാളെ കല്യാണോ? ഇന്ന് പരിപാടി. അടുത്തേക്കാന്ന് ഇന്ന് പലഹാരം ചുട്ടിന് കാരപ്പം. തൊണ്ടി ആയില്ല അമ്മ, ഇനെന്താ ആഘോഷം? എനക്ക് എനക്ക് അമ്മമ്മേനെ അല്ല എന്നെ പറഞ്ഞ. എന്ത് കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ അമ്മമ്മേനെ കൂട്ടാൻ പറ്റും കേട്ടാ. അപ്പൊ അമ്മമ്മേനെ താളും കിഴങ്ങെല്ലാം നമുക്ക് തിന്നാം. ഇതാ അമ്മമ്മേന്റെ ഇക്രുവിനും കിഴങ്ങേ വേണ്ടു. മധുരക്കിഴങ്ങ ഇഷ്ടം. എനക്ക് ഇത്രയൊന്നും വേണ്ട അമ്മമ്മേ. നിങ്ങൾ കഴിച്ചോ? അട്ടി ഇത്ര രാവിലെ ഒന്നും കഴിക്കൂലേ? അതെ. അപ്പൊ നമുക്ക് താളം കിഴങ്ങും ചായയും കുടിക്കാം. അപ്പൊ എന്റെ പുട്ടും മീൻ കറി ആയിരുന്നല്ലേ. ഇന്നലെ രാത്രി അയില കറിയാക്കിനി, രാവിലെ പുട്ട് വെക്കി. ആ നല്ല ടേസ്റ്റാണ് അമ്മ പുട്ടും മീൻ കറി. നിങ്ങൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടേ? നല്ല കോമ്പിനേഷനാണ്. ഇപ്പൊ തട്ടുകടയിലെല്ലാം ഇല്ലേ പുട്ടും മീൻ കറി. വിശാടി ഉണ്ട്, ഓക്ക് ക്ലാസ്സിന് പോകാനുണ്ട്, വായിക്കുന്നുണ്ട്. 35. കന്നാസ് കാണുന്നുണ്ട്. എന്റെ ക്യാമറമാൻ അമ്മ റിച്ച് തന്നെതാ. 1 ലിറ്റർ വെളിച്ചെണ്ണയെല്ലാം മേടിച്ചിട്ടുണ്ട്. പാറൂസേ ഹലോ, വേറെ ആരാണോ? നല്ല മുത്തണ്ടല്ലോ. നമുക്ക് കന്നാസിൽ വയ്ക്കാൻ പറ്റാത്തോണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടാ. കട്ടായി ഇത്രയുണ്ട്. ആ ചോപ്പാടെ ബട്ടൺ കാണുന്ന ഞെക്കിക്കോ. ഇതല്ലേ? അപ്പൊ അമ്മമ്മക്ക് കക്കിരിക്കെല്ലാം പിടിച്ചിട്ടുണ്ടല്ലേ? എന്താ അമ്മമ്മ എല്ലാം ഇങ്ങനെ ഇതാവുന്നല്ലേ? പ്രാണി കുത്തിയിട്ട് വളവില്ല, പ്രാണി കുത്തിയിട്ട് നാടൻ കക്കിരിക്കാ പരിക്കണ്ട. ഇപ്പൊ അത് കുറച്ചും കൂടി വലുതായിക്കോട്ടെ. എനക്ക് വേണ്ട. വേണ്ട അമ്മമ്മ, വേണ്ട. ആടെ ഇല്ല, ആടെ നമ്മളെ കക്കിരിക്കെല്ലാം കഴിഞ്ഞില്ലേ? ഇത് നടണം. ഇന്ന് രാവിലേക്ക് ഒന്നുമില്ല. നല്ല മാന്തി മറിച്ചിട്ടില്ലേ? ഓ ഒന്നുമില്ല, വെറുതെ. അപ്പുറത്തെ വളപ്പിൽ കാട് വയ്ക്കുന്നുണ്ടല്ലേ, ഭയങ്കര ഒച്ച. അപ്പൊ അമ്മമ്മ റെഡി ആയിട്ടുണ്ട്. അമ്മമ്മക്ക് പകുതി വൈകിയേരെ പോയിട്ട് ആവശ്യമുണ്ട്, ആടെ ഡ്രോപ്പ് ചെയ്യാ. നേരത്തേക്ക് കൊണ്ട് കൊഴുമലേക്കാ. എന്നാ വാ പോവാ. അപ്പോൾ അമ്മേനെല്ലാം കൊണ്ടാക്കിയിട്ട് വന്ന് കുളിച്ച് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അശ്വതീത കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡെല്ലാം ചിലപ്പോൾ സ്കൂളിലായിരിക്കും അല്ലേ? അപ്പോൾ ഒരാൾ സർപ്രൈസ് ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ മാത്രല്ല കേട്ടാ, അമൃതയും കൂടി ഉണ്ട്. അമൃതയും കൂടി ഇതിനിടയ്ക്ക് ഞാൻ ഷോർട്സിൽ കാണിച്ചില്ലേ, വീഡിയോ ഇപ്പോൾ വിളിക്കുമ്പോൾ അമൃതയും അശ്വതിയും കൂടി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു സർപ്രൈസ് ആയിട്ട് ഷമീന ടീച്ചറും പാറും അശ്വതി ചേച്ചിയും കൂടിയിട്ട് കേക്കെല്ലാം വാങ്ങിക്കൊണ്ടെന്നെല്ലാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്രയും നല്ലൊരു സർപ്രൈസ് ഉണ്ടായിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ
അപ്പോൾ പിന്നെ ഷെമീറ ടീച്ചർ ഒരു ഇതിട്ടിട്ടുണ്ടായില്ലേ ഗ്രൂപ്പിൽ എൻ്റെ കുഞ്ഞിണ്ടാവില്ല ഫോട്ടോ അത് അമ്മ അടുത്ത് കിട്ടിയ മുന്നേ പോയി എടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ എൻ്റെയിലും കൂടി ആ ഫോട്ടോ ഉണ്ടായില്ല. അപ്പോൾ ഷെമീറ ടീച്ചർക്ക് താങ്ക് യു സോ മച്ച്. ലോകുവിനെ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചറാണ്, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലേ ചേച്ചി. അപ്പോൾ നമ്മളിപ്പോൾ ലോകുവിൻ്റെ സ്കൂളിലേക്ക് പോവുകയെന്ന് UP സ്കൂളിലേക്ക്. അപ്പോൾ പോയിട്ട് വരാം. പിന്നെ വസന്തമ്മ വിളിച്ചിട്ട് ഇപ്പം രാവിലെ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത്. അമ്മ ഇന്നലെ വിളിച്ചവരെ അമ്മ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ ഓർത്തിട്ട് വിളിച്ചിട്ട് വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അമ്മക്ക് ഒരുപാട് താങ്ക്സ്. അപ്പം എൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇത് കാണിച്ചു തുടങ്ങി. എല്ലാവരും എടുക്കട്ടെ. ബിനേച്ചി ജയശ്രീ അല്ലേ? ഇങ്ങോട്ട് നോക്കണേ. ഓ ഹായ് ആക്കടോ. ഭയങ്കര സങ്കടം. ചാലുണ്ട് കേട്ടാ, ചാലിനെ കണ്ടിട്ട് രാവിലെ ശരി അവിടെ അതായത് കുറേ ആള് വന്നിട്ട് വിഷ് ചെയ്തിനെ. അതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടതാ. പിള്ളേർ പെണ്ണെല്ലാം കൊണ്ട് തന്നിട്ട് താങ്ക് യുടാ കുത്തേ. അതിന് വീട്ടിലെത്തി അടക്കാൻ കിട്ടും. തരൂല വാങ്ങിച്ചാലേ എഴുതാനെടുക്കാം. പരീക്ഷയെല്ലാം എങ്ങനെയുണ്ടായി? ഹായ്. ചിക്കൻ കറിയും വറവും കൂടി ആയാല് നമ്മളെ എല്ലാം റെഡിയായി അല്ലേ? സദ്യ വട്ടെല്ലാം. അശ്വതി നല്ലോണം അങ്ങോട്ട് ഇളക്ക്. ചിക്കൻ കഴിക്കാത്തവർക്ക് നല്ല മസാലക്കറി ഉണ്ട് കേട്ടോ. ആ വരല്ലേ ടീച്ചർ അത് 2 മാത്രം മതി എടുത്തു. ചട്ടിച്ചോറ് ആണോ? വേണ്ട. അപ്പൊ നമ്മ ചോറയിക്കലായി കേട്ടാ. പുളിശ്ശേരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, മസാലക്കറി ഉണ്ട്, പയർ വറവുണ്ട്, പപ്പടവും ഉണ്ട്. അടിപൊളി. സേമിയ പായസം കൂടിയും വരാനുണ്ട്. അശ്വതി ചോറ് ഇട്ടിട്ട് മൈൻഡാക്കുന്നില്ലല്ലോ. അപ്പൊ പിള്ളേരെല്ലാരും ചോറ് കഴിച്ചു. നമ്മ ചോറ് കഴിക്കലായി കേട്ടാ. ചിക്കൻ കറിയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. നല്ല രസമുണ്ടല്ലേ? സൂപ്പർ ആയിട്ടേ നല്ല ഫുഡായിട്ടേ. നോക്കാം. ഇതാ നമ്മളെ റിജുവേട്ട. എന്താ റിജുവേട്ട ഒരു ഹായ് പറഞ്ഞു. ഇവിടെ ലൈറ്റ് ഇല്ല, ഇരുട്ട് കുറച്ച് ലൈറ്റ് കുറവാ. അപ്പൊ ഇത് ഞാൻ പഠിച്ച സ്കൂളും കൂടി വന്നു കേട്ടോ. പിന്നെ പിള്ളേർക്ക് പരീക്ഷ എല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടോ നല്ല പരീക്ഷ? 10ാം ക്ലാസ്സിന് 7ാം ക്ലാസ്സിന് 7ാം ക്ലാസ്സിന് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷയുണ്ട്. ലോകുണല രാവിലെ കഴിഞ്ഞു കേട്ടോ.
അതിന് ചോറ് വെച്ചിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മ വീട്ടിലെത്തി, ലോകുട്ടനും വീട്ടിലെത്തി, രാത്രി ആയിട്ടുണ്ട് കേട്ടാ. ഇപ്പം 2 പേരാ കട്ട വെയിറ്റിങ്ങിലാണ്. ഞാൻ വരുമ്പോൾ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിനി, പ്ലം കേക്കാണ്. അപ്പോൾ ക്രിസ്മസ് എല്ലാം ആവാനായില്ലേ, അതുകൊണ്ട് വലിയ ഇതൊന്നും വേണ്ട, പ്ലം കേക്കിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മമ്മ വരുന്നുണ്ട്, അമ്മമ്മേനെ കൂട്ടാൻ പോയിട്ടുണ്ട് അനിയത്തി, പിന്നെ അമ്മേനെ അച്ഛനും കൂട്ടാൻ പോയിട്ടുണ്ട്. അമ്മ പണി കഴിഞ്ഞിട്ട് നേരെ അമ്മമ്മേൻ്റെ അടുത്തേക്കാന്ന് വരല്. അതിലേക്ക് കൂടെ ബസ് നല്ലോണം ഉണ്ടായതുകൊണ്ട് ബസ് കുറവാണ്. അപ്പം ആടെ ഇറങ്ങിയിട്ട് ആടത്തേക്ക് കൂട്ടാൻ പോലാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇന്ന് കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആദ്യക്കൂട്ടൻ ഇത്രയേരും അവരെ കാത്തിക്കുന്നുണ്ടായിന്. ഇപ്പം ഫ്രണ്ട്സ് വന്ന് വിളിച്ചിട്ട് ഹോം പോയിട്ടുണ്ട്. ലോകൂട്ടൻ ഇതാ പോകാനെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാ പിടിച്ച് നിർത്തിയിട്ടായില്ലേ, എനക്കും പോകണം. അപ്പോൾ അമ്മയും അമ്മമ്മയെല്ലാം വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. പിന്നെ ഇന്ന് സ്കൂളിൽ പോയിട്ട് ഭയങ്കര സന്തോഷമായി. ഇവരുടെ ഫ്രണ്ട്സെല്ലാം ഭയങ്കര സർപ്രൈസായി പോയി പിള്ളേർ. ഞാനിന്ന് സ്കൂളിലേക്ക് പോകുന്നൊന്നും ഒന്നും അറിയില്ല കുഞ്ഞക്ക്. എന്നാലും എന്നെ കാണുമ്പോൾ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് വേഗം പെന്നെല്ലാം എടുത്തുകൊണ്ട് തന്ന് വിഷെല്ലാം ചെയ്ത് കുറേ കുട്ടികൾ വിഷ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാവരെയും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ്, കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പിള്ളേർക്ക് എല്ലാവർക്കും നല്ല കമ്പനിയാണ്. അതുപോലെ ടീച്ചേഴ്സായാലും എല്ലാവരും വിഷ് ചെയ്തു. ഞാൻ ഉണ്ണിയപ്പം ബാക്കിയിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിനി, അതെല്ലാവർക്കും കൊടുക്കലും ചെയ്ത്. അപ്പം കുറേ പേര് സ്റ്റാറ്റസിലെല്ലാം കണ്ടിട്ട് അങ്ങനെയെല്ലാം അറിഞ്ഞിന്. അങ്ങനെ അതിന് അമ്മയും അമ്മമ്മയും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കാം കേട്ടാ. അല്ലേ കൂട്ടാ? അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എല്ലാരും എത്തിയിട്ടുണ്ട്. അമ്മയോട് ഞാൻ രാവിലെ പറഞ്ഞു വെച്ചിന് കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ കൂട്ടാൻ വരുന്നത്. അമ്മ വിചാരിച്ച കേക്കല്ല, അമ്മക്ക് ഗ്രീൻ കേക്കാ ഇഷ്ടം. ഞാൻ പിന്നെ ക്രിസ്മസ് ആവാനായില്ല, അതുകൊണ്ട് വലിയ ആഡംബരൊന്നും വേണ്ട വെച്ചിട്ട് പ്ലം കേക്ക് അടിച്ചിട്ട്. മാത്രല്ല ക്രിസ്മസ് ആവാനായില്ലേ, അതുകൊണ്ട് നമുക്ക് പ്ലം കേക്ക് മുറിക്കാൻ വെച്ചു. നമുക്ക് ന്യൂ ഇയറിന് നല്ല ക്രീം കേക്ക് മുറിക്കാം കേട്ടോ അമ്മ. പിന്നെ ഇന്ന് എനിക്ക് മൊത്തം ലോട്ടറിയാണ്. എൻ്റെ ഫ്രണ്ട് രാവിലെ തന്നെ വന്നിട്ട് എനിക്ക് അമ്മേനപ്പം ഞാൻ കാണിച്ചു തന്നിട്ടേ ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടായിനി. പിന്നെ സ്കൂളിൽ പോയിട്ട് പിള്ളേരമ്മ സർപ്രൈസ് ആയിട്ട് വിഷ് ചെയ്തിട്ട് പെന്നെല്ലാം കൊണ്ട് തരുന്നത്. അത് ലോക നേരത്തെ കാണിച്ചു തന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ അത് പെണ്ണിങ്ങനെ ലൈറ്റ് കത്തുന്ന പെണ്ണ്, അങ്ങനത്തെ നല്ല അടിപൊളിയായി. പിന്നെ സ്കൂളിൽ നിന്ന് സ്കൂളിന്റെ മാനേജർ കൊറേ ആള് വേറെ പെൺകുട്ടികളെല്ലാം നേരത്തെ വിഷ് ചെയ്തിന്. നമ്മ അവിടെ അടുക്കളയിൽ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാനവിടെ സ്കൂളിൽ ഞാനും വിശദീകരിച്ചെല്ലാം പി ടി ആയാലും മദർ പി ടി ആയാലും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ സഹായിക്കാൻ വേണ്ടി പോകും ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ. അപ്പോൾ ഇന്ന് അതേപോലെ നമ്മളെ സ്കൂളിൻ്റെ മാനേജർ ചന്തകുഞ്ഞു മാഷില്ലേ, മാഷ ഓർമ്മ ദിവസമാണ്. അപ്പോൾ അവരുതാണ് സ്കൂളിൽ. അപ്പോൾ നമ്മളോട് സഹായിക്കാനും പോയി. ഭക്ഷണം എല്ലാം കഴിച്ചു, പായസം ചോറും ചിക്കനും എല്ലാം കൂടി നല്ല സദ്യനും കഴിച്ചിട്ട് ഇനിയിപ്പം ഒരു റിസപ്ഷന് പോകാനുണ്ട്. അതിന് ലോകൂടെ നേരത്തെ മാറ്റിയിട്ട് ഇവരെ കാത്തിക്കുന്നുണ്ടായി. പിന്നെ നമുക്ക് നാളെ ഓർഡർ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറെ സാധനം മേടിക്കാനായി. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. ലോകൂന്റെ ക്ഷമേനെ നെല്ലിപ്പല കഴിഞ്ഞിട്ടാ സാധനം അത് കേക്ക് കിട്ടൂലേ. എന്നാ എല്ലാരും പാട്ട് പാടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ലോക പാടുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ എന്റെ വിശേഷമെല്ലാം രാവിലെ മുതലേ ഞാൻ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അമ്മ ഒന്നും അറിയില്ലല്ലോ, അമ്മക്ക് വേണ്ടിട്ടാണ് കേട്ടാ പറഞ്ഞേ. അപ്പൊ ആദ്യം അമ്മക്കല്ല അമ്മമ്മ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. അമ്മ പോയാ ഓനപ്പടുത്ത കയ്യാണ്. മോനെ വാ.
ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം തരേണ്ട ആളാന്ന് ഇവിടെ നിൽക്കുന്നത് സർപ്രൈസ് എല്ലാം തന്നെ അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ ആ സമയം കഴിഞ്ഞു എപ്പം പറഞ്ഞാലല്ലേ നമുക്ക് സാമ്പത്തിക ചായ വെച്ചിട്ട് അപ്പൊ ഇത് ക്രിസ്മസ് സ്പെഷ്യലി ചിലപ്പോ മുറിക്കാൻ പറ്റിയിട്ടെങ്കിലും അറിയില്ല നമ്മുടെ കാര്യത്തില് ഇത് എന്റെ ബർത്ത്ഡേ സ്പെഷ്യലി എല്ലാം നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിട്ട് ഇതാ അപ്പൊ എല്ലാരും കൂടി സന്തോഷത്തോടെ കേക്ക് മുറിച്ചു അതിന് വേണ്ടിട്ട് ഇത്രയും നേരം കാത്തുന്നത് എന്നെ കാത്തില്ലേ പാടിയത് ഞാൻ പൂരി വരാൻ പാടി ചെയ്തതാണ് പിന്നെ അപ്പൊ നല്ലൊരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൊറേ ദിവസമായിട്ടുണ്ടാവും നമ്മളെ ലോങ് വീഡിയോ അങ്ങനെ വരാത്ത അപ്പൊ ഒറ്റക്കാകുമ്പോ വീഡിയോ എടുക്കാൻ മടി എനിക്ക് ഷോർട്സ് എപ്പോഴും ഇടലുണ്ട് അമ്മ ഇല്ലാണ്ട് നിൽക്കുമ്പോ ഒരു ത്രില്ലില്ല വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നാളെ നമുക്ക് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന്റെ വിശേഷങ്ങളെല്ലാം ആയിട്ട് ചിലപ്പം നാളെ ഒരു വീഡിയോ എടുക്കാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും അമ്മ ബൈ